എന്താണ് ബേൺ ഔട്ട് സിൻഡ്രോം, ആർക്കൊക്കെയാണ് ബേൺ ഔട്ട് സിൻഡ്രോം വരാൻ സാധ്യതയുള്ളത്, അത് വരാതിരിക്കാൻ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അഥവാ ഇനി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഓരോ നിമിഷവും എരിഞ്ഞ് അടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അത് മാനസികമായും ശാരീരികമായും നമ്മൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ബേൺ ഔട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. ബേൺ ഔട്ട് സിൻഡ്രോമിനെ മനസ്സിലാക്കാൻ നമുക്ക് അതിനെ 3 ലെയറുള്ള ഒരു വസ്തുവായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അതിൻ്റെ പുറം പാളി അല്ലെങ്കിൽ ഏറ്റവും പുറമേ കാണപ്പെടുന്ന അതിൻ്റെ എക്സ്റ്റേണൽ ലെയർ എന്ന് പറയുന്നത് ഇമോഷണൽ എക്സോഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. ഇമോഷണൽ എക്സോഷൻ എന്ന് പറയുന്നത് വൈകാരികമായി നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ എനർജി ഡ്രെയിൻ ഔട്ടായി പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമുക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മുഴുവനും ക്ഷീണിച്ച അവശനായി അല്ലെങ്കിൽ അവശയായി നമ്മൾ കട്ടിലിൽ വന്ന് വീഴുന്ന ഒരു സ്റ്റേജ്. നമുക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള എനർജി നമ്മുടെ ഉള്ളിൽ ഇല്ലാത്ത ഒരവസ്ഥ, അമിതമായ ക്ഷീണം. നമ്മൾ സാറ്റർഡേയും സൺഡേയും റെസ്റ്റ് എടുത്ത് മൺഡേ ജോലിക്ക് പോകാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാലും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള മൺഡേ ബ്ലൂസ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം ഉറങ്ങി എന്ന് വിചാരിച്ചാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അമിതമായ ക്ഷീണം, ഇമോഷണൽ എക്സോഷൻ എന്നുള്ളത് കൊണ്ട്, കൂടാതെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ, അതുപോലെ നമുക്ക് ഇമോഷണലി ഒരിക്കലും സ്റ്റേബിളായി നിൽക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജ് ആകുന്നു. ഇത്തരത്തിൽ ഇമോഷണലി ടോട്ടലി നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകുന്ന ഒരു സ്റ്റേജാണ് ബേൺ ഔട്ട് സിൻഡ്രോമിൻ്റെ പുറം ലെയർ അല്ലെങ്കിൽ ആദ്യത്തെ പാളി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലെയറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മളും ജോലി ചെയ്യുന്ന സ്ഥാപനവുമായുള്ള ഒരു വൈകാരിക ബന്ധം പതിയെ പതിയെ ഇല്ലാതാവുന്നു. നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള അടുപ്പവും ആത്മാർത്ഥതയും പതിയെ കുറഞ്ഞു വരുന്നു. ഇതിനെയാണ് ഡീപേഴ്സണലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി പതിയെ ടോട്ടലി നമ്മൾ അതിൽ നിന്നും ഡിറ്റാച്ച്ഡായി മാറുന്നു. ഇനി ഇതിൻ്റെ അവസാനത്തെ ലെയർ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് പേഴ്സണൽ അക്കംപ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. അതായത് നമ്മൾ രാവിലെ മുതൽ ജോലി ചെയ്യുന്നു, നമുക്ക് ഇഷ്ടംപോലെ ജോലിയുണ്ട്, അതായത് തീർത്താൽ തീരാത്തത്ര ജോലിയുണ്ട്, കുന്നോളം ജോലി. ഇത്രയും ജോലി ചെയ്തിട്ടും നമ്മൾ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു റിവാർഡിങ്ങോ എന്ന് പറഞ്ഞാൽ നമുക്ക് സാലറി ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ പരിഗണിക്കുന്ന ഒരു സാഹചര്യമോ, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള അപ്രീസിയേഷൻ നമ്മുടെ ടീമിൻ്റെ മുമ്പിൽ വെച്ചോ, അല്ലെങ്കിൽ ടീമിൻ്റെ ഒരു കമ്പനിയുടെ വാർഷിക ആഘോഷം നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു, സോ വെൽ ഡൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്രീസിയേഷൻ പബ്ലിക്കായി കിട്ടുകയോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പതിയെ നമ്മൾ അതിൻ്റെ ഭാഗമായി ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പതിയെ പോകുന്നു. ശാസ്ത്രീയമായി ബേൺ ഔട്ട് സിൻഡ്രോമിനെ ചിത്രീകരിച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് അതിനെ വിശദീകരിക്കാൻ കഴിയുന്നത്. ഇനി ഇത് എല്ലാ ആൾക്കാർക്കും ഈ ബേൺ ഔട്ട് സിൻഡ്രോം എക്സ്പീരിയൻസ് ചെയ്യുമോ എന്ന ചോദ്യത്തിലാണ് നമ്മൾ ബേൺ ഔട്ട് സിൻഡ്രോമിന് ആൾക്കാരുടെ വ്യക്തിത്വവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ ആൾക്കാരുടെ വ്യക്തിത്വവുമായി കണക്ട് ചെയ്യുമ്പോൾ വ്യക്തിത്വത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ തീർച്ചയായിട്ടും അതിനൊരു തിയററ്റിക്കൽ മോഡൽ ആവശ്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ സ്വാഭാവികമായും ഒരു ഗ്ലോബലൈസ്ഡ് മോഡലായി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന തിയററ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയിൽ 5 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് എന്ന ഒരു തിയററ്റിക്കൽ മോഡലാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ബേൺ ഔട്ടുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു എലിമെൻറ്റ് എന്ന് പറയുന്നത് ന്യൂറോട്ടിസിസം എന്ന് പറയുന്ന ഒരു എലിമെൻ്റാണ്. ഈ ന്യൂറോട്ടിസിസം എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ ടെർമിനോളജിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള പോസിറ്റീവ് ടെർമിനോളജി പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതാണ് ന്യൂറോട്ടിസിസത്തിൻ്റെ പോസിറ്റീവ് എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂറോട്ടിസിസം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് കണ്ടാലും എന്ത് റെസ്പോൺസ് കിട്ടിയാലും അതിനെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടുക, അതിനെ സംശയത്തോടുകൂടി നോക്കുക, പെട്ടെന്ന് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ എന്ത് ചെറിയ കാര്യമാണെങ്കിലും പെട്ടെന്ന് ആങ്ഷ്യസ് ആവുക, ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ന്യൂറോട്ടിസിസം കൂടുതലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പം ന്യൂറോട്ടിസിസം കൂടുതൽ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ബേൺ ഔട്ട് സിൻഡ്രോം വരാനുള്ള എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും.
ഈ പേഴ്സണാലിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ആലോചിക്കണം. അതായത് ഇപ്പോൾ ഈ ബേൺ ഔട്ട് സിൻഡ്രോം എക്സ്പീരിയൻസ് ചെയ്യുന്നത് പലപ്പോഴും ഈ കൂടുതൽ കൂടുതൽ ജോലി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മുടെ ജോലി എത്ര ചെയ്താലും തീരാത്ത ഒരു സ്റ്റേജിലേക്ക് പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എപ്പിസെൻ്ററായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു ആ സ്വഭാവത്തിൻ്റെ തുടക്കം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും, ഒരുപക്ഷെ എൻ്റെ ജനറേഷൻ വരെയെങ്കിലും അറ്റ്ലീസ്റ്റ്, നമ്മൾ കുട്ടികളെ മക്കളെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത് ആരെന്ത് പറഞ്ഞാലും യെസ് സാർ, ഓക്കെ സാർ, ഞാനത് ചെയ്യാം സാർ, ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് ഒരുപക്ഷെ അവർ എതിർപ്പ് പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ ആ എതിർപ്പിനെ അടിച്ചോ വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ പട്ടിണിക്കിട്ടോ ഒക്കെ നമ്മൾ മെരുക്കിയെടുക്കുന്ന ഒരു രീതിയാണ് ഒരു ശരാശരി മലയാളിയുടെ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത് ഒരു 25 വയസ്സ് കഴിയുന്ന സമയത്ത് ഒരു ജോലി കിട്ടുമ്പോൾ ഈ ഒരു സ്വഭാവ പ്രത്യേകതയും കൊണ്ടായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരാളൊരു ജോലി നമുക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ജോലി നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ കൂടി നമ്മളത് ചെയ്തോളാം എന്ന് പറയും. കാരണം നമ്മൾ ശീലിച്ച് വന്ന ഒരു രീതി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗ്രൂമിങ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു പാരൻറ്റിങ് ഗ്രൂമിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ബേൺ ഔട്ട് സിൻഡ്രോം വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബേൺ ഔട്ട് സിൻഡ്രോം വരാതിരിക്കാൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഈ ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും മതിൽ കെട്ടുന്നത് പോലെ നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അദൃശ്യമായ ഒരു ബൗണ്ടറി, ഒരു മതിലാണ് ഈ ബൗണ്ടറി സെറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബൗണ്ടറി സെറ്റിംഗ് ചെയ്തില്ല എങ്കിലുള്ള പ്രശ്നം ഇൻ ദ ലോങ് റൺ, ഇപ്പോൾ 6 മണി വരെയാണ് ജോലിയെങ്കിൽ നിങ്ങൾക്ക് 7 മണിക്ക് ഒരു അസൈൻമെൻറ്റ് തരികയും അത് 8 മണിക്ക് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്വാഭാവികമായി പോവുകയും നിങ്ങളത് ചെയ്യും എന്ന് സ്ഥാപനം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പതിയെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ബൗണ്ടറി സെറ്റിംഗ് ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ 6 മണി വരെയാണ് ജോലി ചെയ്യുന്നത്, അതിനുശേഷം ഞാൻ അവൈലബിൾ അല്ല എന്നത് ബൗണ്ടറി സെറ്റിങ്ങിലൂടെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ മാനേജറിനെയോ നമുക്ക് അറിയിക്കാൻ സാധിക്കും. പക്ഷേ ഈ ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറയുന്നത് കേൾക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള ഒരു പരിപാടി അല്ല. നന്നായിട്ട് ബൗണ്ടറി സെറ്റിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ജോലിയാണോ ചെയ്തു തുടങ്ങുന്നത്, ഓക്കെ, ഇതിൽ നല്ല രീതിയിൽ പ്രാവീണ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് ബൗണ്ടറി സെറ്റിങ്ങിന് മുമ്പ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം. ഇതിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സ്കില്ലാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നല്ല ടീച്ചറാകണമെങ്കിൽ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ലുണ്ടായിരിക്കണം. മോഡേൺ ടെക്നോളജി അതിനകത്ത് ഇൻവോൾവ് ചെയ്യിച്ച് എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും എന്ന് അറിഞ്ഞിരിക്കണം. കോഡിംഗ് ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ChatGPT തരുന്ന കോഡിനേക്കാൾ നല്ല രീതിയിലുള്ളൊരു കോഡ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ഓക്കെ, ഇത്രയും നല്ല സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങളൊരു അഗ്രഗണ്യനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാം. ഇനി രണ്ടാമത് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് റെഗുലറായി എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബയോളജിക്കൽ റീസൺ, കാരണം എന്ത് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് ബേൺ ഔട്ട് ആയിക്കോട്ടെ, ആങ്സൈറ്റി ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അതിനകത്തൊരു ഫിസിയോളജിക്കൽ കോസ് ഉണ്ടായിരിക്കും. ഈ ബേൺ ഔട്ട് സിൻഡ്രോം ഉണ്ടാകുമ്പോഴും നമ്മുടെ ജോബ് സ്ട്രെസ് ഉണ്ടാകുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായി നമ്മുടെ ശരീരത്തിൽ കൂടുതൽ സമയം നിലനിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫിസിയോളജിക്കൽ റീസൺ എന്ന് പറയുന്നത്. ഈ കോർട്ടിസോൾ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ സമയം നിൽക്കുന്നതിനെ നന്നായി മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന പരിപാടിയാണ് റെഗുലറായിട്ടുള്ള എക്സർസൈസ്. അതിൽ തന്നെ ഏതെങ്കിലും എക്സസൈസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എയറോബിക് എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ്, ഹിറ്റ് എന്ന് പറയും അതിൽ ഏർപ്പെടുക. മൂന്നാമത്തെ ഒരു പ്രധാന ബേൺ ഔട്ടിനെ ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഈ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് പൊതുവിൽ നമ്മളൊരു ജോലി തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും നമുക്കറിയാം, ഇത് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ ഒരുപക്ഷെ ഒരു മീറ്റിങ്ങിനിരിക്കും, ആ മീറ്റിംഗ് തുടങ്ങുന്നത് 11:30-ക്കായിരിക്കും.
മീറ്റിംഗ് നമ്മൾ 12:30 വൈൻഡപ്പ് ചെയ്യാമെന്ന് പറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ആ മീറ്റിംഗ് എന്തെങ്കിലും കാരണം കൊണ്ട് നീണ്ടുപോയി അത് തീരുമ്പോൾ ഏകദേശം 2 മണിയോ 2:30 ഒക്കെ ആയിരിക്കും. ആ സമയം നമുക്ക് വിശപ്പിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും എടുത്ത് കഴിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും പിന്നെ നമ്മൾ കാണുന്നത്. ഇതുപോലെ സമയം തെറ്റിയുള്ള ഭക്ഷണം കഴിക്കുക, കിട്ടുന്ന ഭക്ഷണം അത് നല്ലതാണോ, നമ്മുടെ ആരോഗ്യത്തിന് മികച്ച ഒരു കാര്യമാണോ അല്ലയോ എന്ന് നോക്കാൻ പോലും നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഭക്ഷണ രീതിയും ശൈലിയും മാറിപ്പോകുന്ന ഒരു സാഹചര്യം. നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബേൺ ഔട്ട് സിൻഡ്രോം മാത്രമല്ല, ജോബ് സ്ട്രെസ്സും അത് നമ്മുടെ പൊതുവിലുള്ള ആരോഗ്യം നല്ലതാക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്നാണ്. ഇനി അഥവാ ബേൺ ഔട്ട് ഉണ്ട് എങ്കിൽ അതിനു മുമ്പ് പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടി പറയണം. കാരണം അത് ഇതിനകത്ത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പൊതുവിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം, ഇത് ഞാൻ വ്യക്തിപരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഇതിന് ഗവേഷണ പിന്തുണയൊന്നുമില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് യോജിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതായത് പൊതുവിൽ നമ്മൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഒരു ക്രെഡിറ്റ് കാർഡ് സംഘടിപ്പിക്കും. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനിക്കാർ തന്നെ, മിക്കവാറും ബാങ്കുകാർ തന്നെ നമ്മളെ സമീപിച്ച് ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ് എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ നമ്മൾ മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാവരും ഒരു ഹൗസിംഗ് ലോൺ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. അത് കഴിഞ്ഞ് ഒരു പക്ഷേ കാറ് വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ഒരു കാറ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ കാറ് അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് പുതിയൊരു ലോൺ എടുക്കാനുള്ള ശ്രമം തുടങ്ങും. ഇവിടെ ഈ പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇംബാലൻസ് ബേൺ ഔട്ട് റിസ്ക് ഉണ്ടാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഒരു പക്ഷേ 6 മണി എന്നുള്ളത് ഒരു 6:30 വരെ ഇരുന്നാൽ അടുത്ത പ്രൊമോഷന് എനിക്ക് സാധ്യത കൂടില്ലേ എന്ന് നമ്മൾ തന്നെ സ്വയം ആലോചിച്ച് തുടങ്ങും. ഞാൻ 6:30 വരെ ഇരിക്കുന്നതിന് വരെ ഒരു 8 മണി വരെ ഇരുന്നാൽ ഒരുപക്ഷെ എനിക്ക് അടുത്ത ഇൻക്രിമെൻ്റ് വരുമ്പോൾ ഒരു 10,000 രൂപ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ആ 10,000 കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ എൻ്റെ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അവസാനം ആ സമയത്ത് ഉണ്ടായേക്കാം. ഈ പ്രതീക്ഷ കാരണം നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബേൺ ഔട്ട് സിൻഡ്രോം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പറഞ്ഞതെല്ലാം പ്രിവെൻറ്റീവ് മെഷേഴ്സാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ബേൺ ഔട്ട് ഉണ്ട്, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇഫക്റ്റീവായ ഒരു ടെക്നിക്കാണ് ടേക്ക് എ 30 സെക്കൻഡ് ബ്രേക്ക്, ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഇത് വളരെ ഇഫക്റ്റീവായി പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. രണ്ടാമത്തെ ഇഫക്റ്റീവ് മെത്തേഡ് എക്സസൈസ്. മറ്റൊരു മെത്തേഡാണ് നമ്മുടെ വാല്യൂ സിസ്റ്റത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ആ ജോലിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്നാൽ നിങ്ങളുടെ വാല്യൂ സിസ്റ്റവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതിൽ കൂടുതൽ നിങ്ങൾ ഇടപെടുക എന്നുള്ളതാണ് ഈ ബേൺ ഔട്ട് സിൻഡ്രോം ബീറ്റ് ചെയ്യാനും അത് വരാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ബേൺ ഔട്ട് സിൻഡ്രോം എന്ന് പറയുന്നത് കൃത്യമായ സമയത്ത് കണ്ടുപിടിച്ച് അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ അത് ഒരുപക്ഷെ നമ്മുടെ ജീവനം കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും പിന്നീട് വരാൻ പോകുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവർക്ക് മറ്റൊരാളെ അവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവത്തില്ല.